നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. മൂന്നാമത്തെ ശ്ലോകം. ഗ്രീവാ മഹഃ തവ മഹസ്തവ മുഖം ച ജനഃ തപഃ തു ജനസ്തപസ്തു ഭാലം ശിരഃ തവ ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർ നിബന്ധവപുഷേ ഭഗവൻ നമസ്തേ. തവ ഗ്രീവ നിന്തിരുവടിയുടെ കഴുത്ത്, മഹഃ മഹർലോകവും, മുഖം ച മുഖം ജനഃ ജനലോകവും, ഭാലം തു നെറ്റിത്തടമാകട്ടെ തപഃ തപോലോകവും, സമസ്തമയസ്യ തവ ശിരഃ സർവസ്വരൂപനായ അവിടുത്തെ ശിരസ് സത്യം സത്യലോകവുമാകുന്നു. ഹേ ജഗന്മയതനോ ഭഗവൻ, അല്ലയോ ജഗദ്രൂപമായ ശരീരത്തോടു കൂടിയ ഭഗവാനെ, ഏവം ജഗദാശ്രിതൈഹി ഇപ്രകാരം ലോകത്തിലുള്ള അന്യൈഹി മറ്റു വസ്തുക്കളാലും, അഭിനിബന്ധ വപുഷേ കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ, തേ നമഃ നിന്തിരുവടിക്ക് നമസ്കാരം. ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള ലോകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മഹർലോകം നിന്തിരുവടിയുടെ കണ്ഠമാകുന്നു, ജനലോകം മുഖമാകുന്നു, തപോലോകമാകട്ടെ നെറ്റിയുമാകുന്നു, സത്യലോകം സമസ്ത ലോകരൂപിയായ നിന്തിരുവടിയുടെ ശിരസ്സാകുന്നു. ഇതിനു പുറമെ ലോകങ്ങളെ ആശ്രയിച്ചിരുന്നവയും തുടർന്നു വരുന്ന ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളവയുമായ മറ്റു ചില വസ്തുക്കളെയും അവയവമായി കൽപ്പിച്ച് ഭഗവാന് പൂർണ്ണത വരുത്തിയിരിക്കുന്നു. ഇങ്ങനെ സമസ്ത ലോകങ്ങളും അവയോട് ആശ്രിതങ്ങളായ സകല വസ്തുക്കളാലും പൂർണ്ണമാക്കപ്പെട്ട അവയവങ്ങളോടുകൂടിയ നിന്തിരുവടിക്ക് നമസ്കാരം. ഗ്രീവാമഹസ്തവ മുഖം ജനസ്തവസ്തു ഭാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ.